രാവണൻ. നിങ്ങൾ എന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് എനിക്ക് നിങ്ങൾക്കും അല്ലാതെ ലോകത്ത് മറ്റാർക്കും അറിയില്ല, ഡിപ്പാർട്ട്മെന്റിന് പോലും. കാരണം യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണമെന്ന് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനു വേണ്ടത് പരസ്പര സഹായമാണ്. അതായത് നേരെ വാ നേരെ പോ നയം. ഐ മീൻ സ്ട്രൈറ്റ് ഫോർവേഡ്. ഗീതയ്ക്ക് ഇതിലുള്ള റോൾ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻ തെറ്റിക്കാനാണ് ഭാവമെങ്കിൽ 3 പേരും അഴിയണം. വിനോദിന്റെ മുറപ്പെണ്ണാണ് ഗീത. ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ചെന്നത് ഗീതയുടെ വീട്ടിലേക്കായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞപ്പോ കീഴടങ്ങാൻ അവൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അതിന് തയ്യാറായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന അവളുടെ ചെറിയച്ഛന്റെ വീട് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. അന്വേഷണ റിപ്പോർട്ടുകളും വിധിന്യായങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. പക്ഷെ എങ്ങനെ നിങ്ങൾ ഈ കേസിലാകപ്പെട്ടു? ഞങ്ങളെ ഈ കേസിൽ ഉൾപ്പെടുത്താനും കൊലപാതകം ഞങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന് വരുത്താനും പോലീസിനേക്കാളും കൂടുതൽ ശ്രമിച്ചത് ചില രാഷ്ട്രീയക്കാരായിരുന്നു. കൊല്ലപ്പെട്ട മുൻ മന്ത്രി കൃഷ്ണകുമാറിന്റെ പാർട്ടിയിൽ തന്നെയുള്ള എതിർ ഗ്രൂപ്പിൽപ്പെട്ട PK സുകുമാരൻ, അയാളുടെ മകൻ മാധവൻ ഞങ്ങളുടെ സഹപാഠിയായിരുന്നു. ഈ സുകുമാരന് നിങ്ങളോട് ശത്രുത തോന്നാൻ എന്താ കാരണം? കൃഷ്ണകുമാറിന്റെ മകൾ വന്ദനയെ ഇടയ്ക്കിടെ ശല്യപ്പെടുത്തുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്യുന്നത് മാധവനൊരു ഹരമായിരുന്നു. ഇതെങ്ങനെയോ വന്ദനയുടെ അച്ഛൻ അറിഞ്ഞു. അന്ന് ഡിപ്പാർട്ട്മെന്റിൽ വളരെ സ്വാധീനം ഉണ്ടായിരുന്ന കൃഷ്ണകുമാർ പോലീസിനെ ഉപയോഗിച്ച് മാധവന് ശരിക്കൊന്ന് പെരുമാറി. അങ്ങനെ രാഷ്ട്രീയത്തിൽ മുൻ വൈരികളായിരുന്ന കൃഷ്ണകുമാറും സുകുമാരനും മക്കളുടെ പ്രശ്നത്തോടെ ബദ്ധശത്രുക്കളായിട്ട് മാറി. അന്ന് കലോത്സവം നടക്കുന്ന സമയത്ത് മാധവന്റെ കൂടെ അപരിചിതരായ 4-5 പേരുണ്ടായിരുന്നു. പ്രോഗ്രാം മാറ്റിയതെറിഞ്ഞ് മാധവൻ അവരെയും കൂട്ടി വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് കൃഷ്ണകുമാറിനെ കാണാൻ നിർബന്ധിച്ചത്. നേരത്തെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നു. നിങ്ങളിപ്പോൾ ആരെയും സംശയിക്കേണ്ട, എല്ലാം മുകളിലുള്ളവർ തീരുമാനിച്ചോളൂ എന്നായിരുന്നു അതിനുള്ള മറുപടി. കൃഷ്ണകുമാർ കൊല്ലപ്പെട്ട് അധികം കഴിയും മുമ്പേ അയാളുടെ സ്ഥാനം സുകുമാരന് കിട്ടിയതോടെ രക്ഷപ്പെടാമെന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷയും ഇല്ലാതായി. സർ, ഞങ്ങളെ വിശ്വസിക്കണം. ഞങ്ങളൊരു അനിയന്മാരെ പോലെ കരുതി എങ്ങനെയെങ്കിലും രക്ഷിക്കണം സർ. ഇപ്പോൾ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നാൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് യഥാർത്ഥ പ്രതി നിങ്ങളെയും കാത്ത് പുറത്തു നിൽപ്പുണ്ടാവും. കാരണം നിങ്ങൾ ഇല്ലാതാകേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതായത് നിങ്ങളെ അവർ കൊല്ലാൻ മടിക്കില്ലെന്ന് പോലും അർത്ഥം. തൽക്കാലം എനിക്കൊപ്പം യഥാർത്ഥ പ്രതികളെ കിട്ടും വരെ നിങ്ങൾ ഇവിടെ താമസിക്കുന്നു. ഇതിനിടയിൽ ഇവിടെ നിന്ന് എന്നെ കബളിപ്പിച്ച് രക്ഷപ്പെടാനോ മറ്റോ ശ്രമിച്ചാൽ നിങ്ങൾ നേരത്തെ എന്നോട് റിക്വസ്റ്റ് ചെയ്തില്ലേ, ഷൂട്ട് അറ്റ് സൈഡ്, അതായിരിക്കും വിധി. അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് മേലൊരു കണ്ണുണ്ട്, ദൈവത്തിന്റെ കണ്ണ്. ഇവന്മാരെ കൊന്ന് നേരെ ചൊവ്വാക്കിയെടുക്കാൻ ഇത്തിരി പണി ഉണ്ടല്ലേ സുന്ദര? ഓ അതല്ല തന്നെ, പൊരിച്ച കാടയുടെ ഇറച്ചി മുട്ടനാടിന്റെ ചൂട് ചോരയും കുടിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അപ്പൊ കളി സ്റ്റാർട്ട് ചെയ്യല്ലേ?
കളി സ്റ്റാർട്ട് ചെയ്യാൻ അതിനൊരു കളിക്കാനുള്ള ഒരു റെഡിയാണോ ഒന്ന് കേക്കട്ടെ. എന്റെ അമ്മ ഗംഭീര കളി മാധവാ, മാധവാ. വർഗീസ് സാറ് അടിച്ചടിച്ച ഡ്രസ്സുകളൊക്കെ ഇട്ട് കളിക്കാൻ കണക്കാക്കി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ കൂടെ റെഡിയായ മത്സരത്തിന് വിസിലു ഇതായിരുന്നു. രാവിലെ നിന്റെ തിരക്ക് ഒരുപാട് കറങ്ങി കേട്ടാ. വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞ് കാളയെ കാണുമെന്ന്, കാളയിൽ ചെന്നപ്പോ പറഞ്ഞ് ക്ലബിൽ കാണുമെന്ന്, ക്ലബിൽ ചെന്നപ്പോ പറഞ്ഞ് ബാറിൽ കാണുമെന്ന്, ബാറിൽ ചെന്നപ്പോ ഈനാജ് മാപ്പിള പറഞ്ഞ് നീ കോലുമായിട്ട് കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ കാര്യം? കാര്യമുണ്ട്, നീ കൂടുതൽ പെരുപ്പിക്കല് കേട്ടാ. എന്റെ തടി വരെ കെടുത്തരുത്. ഒന്ന് വണ്ടി കയറേ. വരട്ടാതെ സാറേ, നമ്മളെ വിട്ട് വേറെ പണി നോക്കി. സാറേ തള്ളി നീ വറീസിന് അങ്ങാടിയിൽ ഇറക്കല്ലേ? വറീസ് അങ്ങാടിയിൽ ഇറങ്ങിയ പിന്നെ അടിയിട്ട പെരുന്നാളാ. തോട്ടങ്ങാ പിന്നെ പൊളിച്ചടക്കി ഞാൻ. സുന്ദരാ, നീ വണ്ടി കയറി. ഇത് ഞാനും ഇവനും തമ്മിലുള്ള സിംഗിൾ കളിയാ. നീ വണ്ടിയിലിരുന്ന് കളിയാണ്. നന്നായിട്ട് കളിക്കിച്ചല്ല. പോലീസും കോപ്പൊക്കെ അങ്ങ് സ്റ്റേഷനില്ലേ. ഇവിടെ മാധവന്റെ ഭരണ. രാവണൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന നിനക്ക് 10 തലയുണ്ടെന്ന് വിചാരമുണ്ട്. അത് നാട്ടുകാർക്ക്. പക്ഷെ എന്റെ മുമ്പില് നീ ഇപ്പോഴും കൊമ്പ് മുറിഞ്ഞ ഒറ്റത്തലയൻ തന്നെയാടാ. നീ ചാലക്കുടിക്കാരൻ്റെ അതിന് വേടിച്ചിട്ട പോളല്ലേ? രാവണ, നിന്നെ ഞാൻ കാണിച്ചു തരാളാ അച്ചറ്റ. നിലാവ് വീണ പാതിരയ്ക്ക് പനംകൂട്ടങ്ങളിലിരുന്ന് ഊഞ്ഞാലാടുന്ന യക്ഷികളെ കുറിച്ചുള്ള കഥകൾ മുത്തശ്ശിമാര് നട്ടുച്ച നേരത്ത് പറഞ്ഞെന്നാലും മതി. പകലെന്നോ രാത്രിയൊന്നും ഇല്ലാതെ എപ്പ കണ്ണടച്ചുറങ്ങിയാലും പേടി സ്വപ്നമായിട്ട് അത് കാണാം. അതുപോലെ നിനക്ക് രാവണനും കാണണ്ട. കാണണം. മരുന്നിനൊരു പേടി സ്വപ്നം, അത് നിനക്ക് അത്യാവശ്യ. ഇതാണ് രാവണൻ ഇഫക്റ്റ്. ശരിക്ക് കണ്ട് മനസ്സിലാക്കിക്കോ. കുറച്ച് കഴിയുമ്പോ പഠിക്കാനുണ്ടാവും.
കൃഷ്ണകുമാറിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അതിനു വേണ്ട എല്ലാ പ്ലാനുകളും ഞങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്തിയതും കലോത്സവ വേദിയിൽ കൃഷ്ണകുമാറിനെ വരുത്തിയതും എല്ലാം അതിനുവേണ്ടി തന്നെയായിരുന്നു. അടുത്ത ഇലക്ഷനിൽ ജയിച്ചാൽ എന്നെ യൂണിവേഴ്സിറ്റി ചെയർമാൻ ആക്കാമെന്ന് പാർട്ടിയിൽ രാഷ്ട്രീയപരമായ ഒരു ധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം ത്രിമൂർത്തികൾ ഒരാളെ മത്സരിപ്പിക്കാൻ പ്രിൻസിപ്പൽ അടക്കം പലർക്കും താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ച കോളേജിൽ അവരുടെ ഇമേജ് കാരണം എന്റെ തോൽവി ഉറപ്പായിരുന്നു. ഒരു പരാജയത്തെ പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാ ഞാൻ അവരെ മുൻനിർത്തി കൃഷ്ണകുമാറിന് വേണ്ടി കണിയൊരുക്കിയത്. പക്ഷേ അതിനിടയിലാ വേറെ ആരോ കയറി കളിച്ചത്. സത്യത്തിൽ നീയും നിന്റെ കൂട്ടാളികളും ചേർന്ന് കൃഷ്ണകുമാറിനെ കൊലപ്പെടുത്തിയ ശേഷം ആ കുറ്റം 3 പാവങ്ങളുടെ മേൽ കെട്ടിവെച്ചതല്ലേ? അല്ല, ഞങ്ങളല്ല കൃഷ്ണകുമാറിനെ കൊന്നത്. ഞങ്ങൾ അയാളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള നേരാ. പക്ഷെ ഞങ്ങൾ ആരും അയാളെ കൊന്നിട്ടില്ല. സാർ എന്നെ വിശ്വസിക്കണം. ആരാണ് ഈ ഓപ്പറേഷൻ മാസ്റ്റർ ബ്രെയിൻ? പറടാ. അത് അച്ഛൻ. പാറയിൽ കൃഷ്ണൻ എഴുത്തച്ഛൻ മകൻ PK സുകുമാരൻ, അതായത് ഇപ്പോഴത്തെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ, നിന്റെ തന്ത. എന്ത് വേണം? ചേഞ്ച് ഒരു 15 ലക്ഷം രൂപ വേണം. തരാൻ പറ്റുമോ? നിങ്ങളോടാ ചോദിച്ച എന്ത് വേണമെന്ന്. ആ മുടിയൊക്കെ കഴിച്ചിരിക്കണ ആര്? സാറിന്റെ 5 ഞാൻ ഉദ്ദേശിച്ച് സാറിന്റെ സ്റ്റെപ്പിനുകളിൽ 5ാമത്തെ ആണോന്നാ. അനാവശ്യം പറയുന്നോടോ. എടോ അതിന്റെ സെക്രട്ടറിയാ. ഞങ്ങളെ ഒരു സീരിയസ് ഡിസ്കഷൻ അല്ല, അത് സാറിന്റെ ജോയിന്റ് സെക്രട്ടറി ആണോ ഡെപ്യൂട്ടി സെക്രട്ടറി ആണോ അത് അണ്ടർ സെക്രട്ടറി ആണോ? ഡിസ്കഷൻ കഴിഞ്ഞ് ചർച്ച ചൂട് പിടിച്ച് നടക്കുകയാണല്ലേ? എടോ തെമ്മാടി, പാറയിൽ സുകുമാരന്റെ മുമ്പിൽ ഇതുവരെ ആരും നീണ്ടു ഒന്നും സംസാരിച്ചിട്ടില്ല. ആ സാറിന് നൂന്ന് നിക്കാൻ സമയം കാണൂല. പക്ഷെ പോലീസുകാരനാ എനിക്ക് നൂന്ന് നിക്കാം. സുകുമാരോട് തർക്കുത്തരം പറയുന്നോടെ തെണ്ടി. മോനെ സുകുമാര, കൈ ഉയർത്താം. പക്ഷെ ലക്ഷ്യത്തിൽ കൊള്ളുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അടിക്കാവൂ. ഇതുപോലുള്ള തടസ്സങ്ങൾ ഉണ്ടാവരുത്. സുന്ദര, സർ. ഐറ്റത്തെ പോയി പിടിക്ക്. സർ. ശരീരത്തിൽ വല്ല പപ്പും മൂടി ഉണ്ടോ നോക്കണേ. നീ കയ്യോങ്ങിയതേ നിന്റെ മറ്റേടത്തെ വാച്ച്മാന്റെ അടുത്തല്ല, പോലീസുകാരനോടാ. സൂക്ഷിക്കണം. സാറേ ആനപ്പറ ലൈലേ ഇങ്ങോട്ട് മാറിക്കടേ. നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ എന്നെ ഒഴിവാക്കി. രാഷ്ട്രീയക്കാരനല്ലേ, ഏത് സമയത്ത് വേണമെങ്കിലും വാക്കും കാലും മാറാം. ഇരിക്കട്ടെ ഒരു തെളിവിന്. ദേ, അനുവാദം ചോദിക്കാതെ എന്റെ ഫ്ലാറ്റിൽ കയറി അനാവശ്യം കാണിച്ചോണ്ടല്ലോ. നിന്നെ രണ്ടിനെ തൊപ്പി ധരിപ്പിക്കും ഞാൻ ആരാണെന്ന് അറിയാണോ? അറിയാണോ? സ്വന്തം പാർട്ടിയിൽപ്പെട്ട സുഹൃത്തായ നേതാവിനെ കൊലപ്പെടുത്തിയ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരും പറഞ്ഞ് രാവിലെ 10 മണിക്ക് പ്രസ് ക്ലബിൽ പത്രക്കാരെ വിളിച്ചുകൂട്ടി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം കിടക്കുമെന്ന് ഘോരം പ്രസംഗിച്ചുകൊണ്ട് പോലീസിനെ വിറപ്പിച്ച രാഷ്ട്രീയത്തിൽ ഈ പടക്കുതിരെ അറിയാത്തവരുണ്ടോ സുകുമാര? സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നിരാഹാരം കിടക്കൂന്ന് പറഞ്ഞ എല്ലാവന്റെ കിടപ്പ് സെക്രട്ടറിയുടെ നടയിൽ. അതെന്ത്? ഇവിടെ വർക്കിന്റെ ഗുണം. സൂക്ഷിച്ച് സംസാരിക്കണം. രാഷ്ട്രീയക്കാരോടുള്ള പോലീസുകാരന്റെ കളി വേണ്ട. ഗദർമുണ്ട് ഷർട്ടും ധരിച്ചാൽ രാഷ്ട്രീയക്കാരനായെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ പറഞ്ഞോ സുകുമാര. ഇത്രയും കാലം പഠിക്കാത്തൊരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പഠിപ്പിക്കാം. എന്താ പഠിക്കണോ? പുന്നാര മകൻ മാധവൻ ഞങ്ങളുടെ തറവാട്ടിലുണ്ട്. സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ശത്രുവിനെ കൊല്ലാൻ മകന് കൊട്ടേഷൻ ഏൽപ്പിച്ച ഈ അച്ഛന്റെ കഥ മാധവൻ പറഞ്ഞു. ഇല്ല, ഞാൻ അവനെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. മാധവൻ അല്ലെങ്കിൽ പിന്നെ ആരാടാ? നെൽസനാ കൊട്ടേഷൻ എടുത്തത്. നെൽസനോ? വാഴാന് നെൽസനാ. സംഭവത്തിന് ശേഷം ഞാനിതുവരെ അവനെ കണ്ടിട്ടില്ല. എന്നെ അന്വേഷിച്ച് വന്നിട്ടുമില്ല. അഡ്വാൻസ് മേടിച്ചു പോയതാ. എവിടെയാടാ നെൽസന്റെ വീട്? വാഴാന് ഡാമിന് അടുത്തുള്ള ചേരിയില്ല.